ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മോര് കാച്ചുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും. വയറിൻ്റെ പ്രശ്നം, വിശപ്പില്ലായ്മ, അതുപോലെ ഗ്യാസിന്, വായിലെ പുണ്ണ്, ഇതെല്ലാം മാറാനായിട്ട് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒന്നാണ്. അപ്പോൾ ഇതിൽ എന്തെല്ലാം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക. പിന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇനി നേരെ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പോൾ നല്ല ശുദ്ധമായ മോരാണ് ഇതിനാവശ്യമുള്ളത്. അപ്പോൾ ഞാൻ മോര് മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഒരു മണ്ണിൻ്റെ കുടുക്കയിലോട്ട് അങ്ങ് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. മണ്ണിൻ്റെ കല കൊടുക്കണം കേട്ടോ നമ്മളിതിന്, അതാണ് കൂടുതൽ നല്ലത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കറിവേപ്പില, അതുപോലെ പനിക്കുക്കയില. അപ്പോൾ ഇനി പനിക്കുക്കയില നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വെറും കറിവേപ്പില എടുത്താലും മതി. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് നല്ലോണം കറക്കിയിട്ട് ഇതിൻ്റെ നീരെടുക്കുക കേട്ടോ. ഇതിൻ്റെ ചണ്ടി നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇത് മഴ ആയതുകൊണ്ട് നനഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്, ഞാൻ പൊട്ടിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ടേ ഉള്ളൂ. ഇത് നല്ലപോലെ കഴുകിയിട്ട് മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട്, പാകത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ, അരച്ചിട്ട് നല്ലോണം അരിച്ചെടുക്കുക അരിപ്പ വെച്ചിട്ട്. എന്നിട്ട് നമ്മുടെ ഈ മോരിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അച്ചിങ്ങ ഉണ്ടല്ലോ, നമ്മുടെ തേങ്ങയുടെ ആ ഒരു അച്ചിങ്ങ ചെറുത്, അതിൻ്റെ ആ ഇത് മണ്ട കളഞ്ഞിട്ട് അതിൻ്റെ ആ ഇതും കൂടി ചെത്തിയിട്ട് എടുക്കാം കേട്ടോ. പക്ഷേ ഞാനത് എടുത്തു വെച്ചിട്ടില്ല, അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം, കൂടുതൽ നല്ലതാണ്. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ കറിവേപ്പിലയും ഇത് മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഇതാട്ടോ പനിക്കൂർക്കയില ഞാൻ അരിപ്പ വെച്ചിട്ട് പിഴിഞ്ഞതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ആ ഒരു മോരിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതാ നമ്മുടെ പനിക്കൂർക്കയുടെ ആ ഒരു നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലോണം അങ്ങ് മിക്സാക്കിയിട്ട് അടുപ്പിൽ വെച്ചിട്ട് നല്ലോണം കത്തിയിട്ടങ്ങ് തിളപ്പിക്കണം. നമ്മൾ നല്ലപോലെ തിളപ്പിക്കണം. ഇതിൻ്റെ സത്തെല്ലാം ഒരുമിച്ചങ്ങ് ഇറങ്ങിയിട്ട് നല്ലോണം മിക്സായിട്ട് ഇതൊരു മരുന്നായിട്ട് നമുക്ക് കിട്ടും. നല്ല ഔഷധ ഗുണമുള്ള ഒരു മരുന്ന്. അപ്പോൾ നമ്മുടെ വായിലെ പുണ്ണും, അതുപോലെ വയറിൻ്റെ വിശപ്പില്ലായ്മ, ഗ്യാസിൻ്റെ പ്രശ്നം എല്ലാം മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ മോര് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അയമോദകം, ജീരകം, കുരുമുളക് എന്നിവ നല്ലപോലെ ഒന്ന് ചതച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതിൽ നിങ്ങൾക്ക് കാണാമല്ലോ, ചതച്ചിട്ടേ ഉള്ളൂ, ഒരുപാട് അരച്ചിട്ടില്ല. ഇനി അരച്ച് ചേർത്താലും കുഴപ്പമില്ലതേ, കണ്ടില്ലേ. ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി അങ്ങ് നല്ലപോലെ ഇളക്കി കൊടുക്കുക. സ്വല്പം മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. ഇതിന് നല്ലപോലെ ഒന്നും കൂടി തിളച്ചിട്ട് വരട്ടെ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് തുമ്പ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. തുമ്പ ഉണ്ടല്ലോ, തുമ്പപ്പൂ എന്നൊക്കെ പറയുന്ന ആ ഒരു തുമ്പയുടെ ചെടി ഇതുപോലെ അരച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലതാണ് ഗ്യാസിനും, വിശപ്പില്ലായ്മ, അതുപോലെ പുണ്ണ്, എപ്പോഴും ഇങ്ങനെ പുണ്ണുണ്ടാവും ചില കുട്ടികൾക്കൊക്കെ. അപ്പോൾ അതിനൊക്കെ നല്ലതാണിത്. അപ്പോൾ ഇതിപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ. പിന്നെ പ്രസവിച്ച കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാറുണ്ട്. മുക്കിടി എന്നാണ് ഇതിന് പറയുക കേട്ടോ, മുക്കിടി. അപ്പോൾ പ്രസവിച്ച ഇപ്പോൾ ഒക്കെ തേരിൽ നമ്മൾ വാങ്ങിക്കാൻ കിട്ടും ഒരു പൊടി, അത് കലക്കി കൊടുക്കുന്നവരും ഉണ്ട്. പണ്ടൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അയമോദകവും കുരുമുളകും ജീരകവും എല്ലാം ചേർത്തിട്ട് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഒന്നുകൂടി അങ്ങ് തിളക്കട്ടെ, എന്നിട്ട് ഇത് ഇറക്കി വെക്കാം. അപ്പോൾ ഞാൻ അടുപ്പിലാണ് ചെയ്യുന്നത് കേട്ടോ, നിങ്ങൾക്ക് സ്റ്റൗവിലാണെങ്കിലും ചെയ്യാം. ഇതങ്ങനെ പെട്ടെന്ന് കേടുവരുമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ മോരാണെങ്കിലും 2-3 ദിവസമൊക്കെ പുറത്ത് വെച്ചാലും മോരൊന്നും കേടുവരില്ലല്ലോ. അപ്പോൾ ഒരാഴ്ചയൊക്കെ കുടിച്ചാൽ മതിയാവും ഇത് കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് പ്രസവിച്ചവരാണെങ്കിൽ മറ്റുള്ള മരുന്നുകളൊക്കെ കുടിക്കാം. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടുതൽ കുടിച്ചെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. കറിവേപ്പിലയും നല്ല ആയുർവേദ മരുന്നുകളാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇത് കേട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കുടിക്കാം. ഒരുപാട് തിളപ്പിക്കൊന്നും ചെയ്യരുത്. ആ തണുപ്പൊന്ന് പോയതിന് ശേഷം നിങ്ങൾക്കിത് കുടിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ മുക്കിടി റെഡി ആയിട്ടുണ്ട് കേട്ടോ, മോര് കാച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ രാവിലെ വെറും വയറ്റിൽ ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ്, അര ഗ്ലാസ് അത്രയും അളവിൽ വലിയവർക്ക് കുടിക്കാം. ഇനി കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് കുറവാക്കി കൊടുത്താൽ മതി. നല്ല ചെറിയ കുട്ടികൾക്ക് ഇത് കൊടുക്കണ്ട, കുറച്ച് വലിയ ഒരു 8-9 വയസ്സ് മുതലൊക്കെ ഇത് കൊടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ പ്രസവിച്ച സ്ത്രീകൾക്കാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. വെറും വയറ്റിൽ കുടിക്കണം കേട്ടോ. അങ്ങനെയാണ് ഇത് ചെയ്യാറുള്ളത്. ഉച്ചക്കൊന്നും കുടിക്കരുത്, രാവിലെ എണീറ്റ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് കുടിക്കുക. അപ്പോൾ നമ്മുടെ ഗ്യാസ്, അതുപോലെ പുണ്ണ്, വയറിൻ്റെ വിശപ്പില്ലായ്മ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് കേട്ടോ. നിങ്ങൾക്കിത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഒരു 10 മിനിറ്റൊക്കെ തിളപ്പിച്ചിട്ട് നമുക്കിത് ഇറക്കി വെക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്